Hi all, welcome to I Plus. ഞാൻ അക്ഷര. സീറ്റഡ് എക്സാമിനേഷൻ റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സെക്ഷനിൽ നമുക്ക് വീണ്ടും ഒരു 5 ചോദ്യങ്ങളും കൂടെ നോക്കാം. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, സീറ്റഡിന് മാത്രമാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്ത് പോകേണ്ട. കേറ്ററ്റിനും ഒക്കെ എന്താണ് കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. Which among the following statement is correct about lithosphere? ലിത്തോസ്ഫിയറുമായി ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, സ്പിയേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ലിത്തോസ്ഫിയറുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ്. ഇറ്റ് ഈസ് എ സോഫ്റ്റ് ക്രസ്റ്റ് ഓഫ് ദി സോഫ്റ്റ് ടോപ്പ് ലെയർ ഓഫ് ദ എർത്ത്. It is made up of rocks, minerals and covered by a thick layer of soil. It is regular surface with various landform. It provides us forest, grassland for grazing, land for agriculture and human settlement. അപ്പോൾ നമ്മൾ നോക്കുക, നമുക്ക് കൂട്ടത്തിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് അതുമായിട്ട് ഏറ്റവും കണക്റ്റായി നിൽക്കുന്ന സംഗതിയാണ് നോക്കേണ്ടത്. അപ്പോൾ ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ക്രസ്റ്റ് ഓഫ് ദ സോഫ്റ്റ് ടോപ്പ് ലെയർ ഓഫ് ദ എർത്ത്, എർത്തിൻ്റെ സോഫ്റ്റ് ക്രസ്റ്റ് അല്ലെങ്കിൽ സോഫ്റ്റ് ടോപ്പ് ലെയർ ആണോ? ഇറ്റ്സ് മേഡ് അപ്പ് ഓഫ് റോക്സ് ആൻഡ് മിനറൽസ് ആർ കവേർഡ് ബൈ തിക്ക് ലെയർ ഓഫ് സോയിൽ. റോക്കും മിനറലും കൊണ്ടുണ്ടാക്കിയേക്കുന്നതാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് എന്താണ്, ഇറ്റ്സ് കവേർഡ് ബൈ തിക്ക് ലെയർ ഓഫ് സോയിൽ. സോയിൽ കൊണ്ടുള്ള തിക്ക് ലെയർ ആയിട്ട് കവേർഡ് ആണ്. അല്ലെങ്കിൽ വളരെ റെഗുലർ ആയിട്ടുള്ളൊരു സർഫസ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ് വേരിയസ് ലാൻഡ് ഫോംസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 4ാമത്തെ ഓപ്ഷൻ എന്താണ്, നമുക്ക് ഫോറസ്റ്റ് ആണെങ്കിലും പിന്നെ എന്താണ് കന്നുകാലികൾക്ക് മെയ്യാനായിട്ടാണെങ്കിൽ ഗ്രാസ് ലാൻഡുകളാണെങ്കിലും ലാൻഡ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്, നമുക്ക് കൃഷി ചെയ്യാനും അതേപോലെ എന്താണ് താമസിക്കാനുമായിട്ടുള്ള ലാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിലെന്താണ് ലിത്തോസ്ഫിയറുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ കഴിയുക? തീർച്ചയായിട്ടും ഇറ്റ് പ്രൊവൈഡ്സ് ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ് ഫോർ ഗ്രേസിങ്, ലാൻഡ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് ഹ്യൂമൻ സെറ്റിൽമെൻ്റ് ആണ് കറക്റ്റായിട്ട് വരിക. അടുത്ത ചോദ്യം, the lithosphere is a solid surface of earth. എർത്തിൻ്റെ സോളിഡ് സർഫസ് ആണ്, സപ്പോർട്ടിങ് ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് എക്കോസിസ്റ്റം. എല്ലാ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെയും എക്കോസിസ്റ്റത്തെയും സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ലിത്തോസ്ഫിയർ ആണ്. അടുത്ത ചോദ്യം, in which of the following system small producers or workers have more chance of getting a fair price of their products? ചെറുകിട പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് അവർ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഫെയർ പ്രൈസ്, മോശമല്ലാത്ത ഒരു വേതനം അവർക്ക് ലഭിക്കാനായിട്ട്, അവരുടെ പ്രോഡക്ട്സിന് മോശമല്ലാത്തൊരു വേതനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഏത് സിസ്റ്റമാണ് ആപ്ലിക്കബിൾ ആകുന്നത്? പുട്ടിങ് ഔട്ട്, കോപ്പറേറ്റീവ്, സബ് കോൺട്രാക്റ്റിംഗ്, ഔട്ട്സോഴ്സിങ്. അപ്പോൾ കാര്യം മനസ്സിലാക്കും, ചെറുകിട ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആവട്ടെ, വർക്കേഴ്സ് ആവട്ടെ, തൊഴിലാളികളാവട്ടെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആവട്ടെ, അവർ ചെയ്യുന്ന ആ ഒരു ജോലിക്ക്, അവർ തയ്യാറാക്കുന്ന ഒരു പ്രോഡക്റ്റിനും ഒരു എന്താണ് പറയുന്നത്, മോശമല്ലാത്ത രീതിയിലുള്ള അവർക്ക് ശമ്പളം ലഭിക്കണ്ടേ? അതിനെയാണ് വേതനം നമ്മൾ പറയുന്നത്, വേജ്. അത് കിട്ടാനായിട്ട് ഇതിലേത് സിസ്റ്റമാണ് ഹെൽപ്പ് ചെയ്യുക? പുട്ടിങ് ഔട്ട്, കോപ്പറേറ്റീവ്, സബ് കോൺട്രാക്റ്റിംഗ്, ഔട്ട്സോഴ്സിങ്. അപ്പം ഇവിടെ നമുക്ക് എന്താ ആൻസർ വരിക? കോപ്പറേറ്റീവ് ആണ് കേട്ടോ. കോപ്പറേറ്റീവ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണ് ഇത് പോസിബിൾ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി സിസ്റ്റം കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതിന് മുമ്പായിട്ട് കോപ്പറേറ്റീവ് സിസ്റ്റം എന്താണ്? പ്രൊഡ്യൂസേഴ്സ് വർക്കേഴ്സ് വോളണ്ടിയർലി കം ടുഗദർ ടു ഫോം ആൻ ഓർഗനൈസേഷൻ. പ്രൊഡ്യൂസേഴ്സ് ആവട്ടെ, വർക്കേഴ്സ് ആവട്ടെ, അവരെന്ത് ചെയ്യുന്നു? സ്വമേധയാ അവരെന്ത് ചെയ്യുന്നു? വന്ന് അവർ ഓർഗനൈസേഷൻ അവൻ തീരുമാനിച്ച് ഓൺ ആൻഡ് മാനേജ് ബൈ ദംസെൽസ്, അവർ തന്നെ ഓൺ ചെയ്യും. അവരുടെ ആ ഒരു അധികാരപരിധിയിൽ നിന്നുകൊണ്ട് അവർ തന്നെ ഓൺ ചെയ്ത് അവർ തന്നെ മാനേജ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു സിസ്റ്റമാണ്. ദി സിസ്റ്റം ഹെൽപ്പ് സ്മാൾ പ്രൊഡ്യൂസേഴ്സ് ഇൻ സെവറൽ ഇമ്പോർട്ടൻറ്റ് വേസ്. സ്മാൾ പ്രൊഡ്യൂസേഴ്സിനെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ്? എക്സാമ്പിൾസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് അവരുടെ മിനിമം ഒരു ഫെയർ ആയിട്ടുള്ള ഒരു പ്രൈസ് കിട്ടാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഡയറി കോപ്പറേറ്റീവ്സ്, അമൂൽ പോലെയുള്ള നമുക്കറിയാലോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മിൽമ. അപ്പോൾ അവിടെയൊക്കെ എന്താണ്, അവർക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു വേജ് അവിടെ ഉറപ്പ് വരുത്തുന്നുണ്ട്. അത് ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്സ്, കൈത്തറിയായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുണ്ടല്ലോ. പിന്നെ ഫാമേഴ്സ് കോപ്പറേറ്റീവ്സ്, കാർഷിക സഹകരണ പിന്നെ എന്താണ് സംഘങ്ങളുണ്ടല്ലോ. അവിടെയൊക്കെ എന്താണ്, അവർ തന്നെ വോളണ്ടിയർലി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിന് നിശ്ചിതമായിട്ടുള്ള ഒരു ഉറപ്പായിട്ടുമുള്ള ആ ഒരു വേജ് കിട്ടും. അപ്പോൾ അതോടൊപ്പം തന്നെ എന്താണ്, അവർക്ക് ആ ഒരു പ്രോഡക്ട്സ് വിൽക്കാനും അതിനൊക്കെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അത്രയും അറിഞ്ഞിരിക്കും. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിലെ മിൽമയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി.
ഇനി മറ്റ് ഓപ്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുട്ടിങ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, വർക്കേഴ്സ് ആർ ഡിപ്പെൻഡ് ഓൺ മെർച്ചൻസ് ഹു സപ്ലൈ റോ മെറ്റീരിയൽസ് ആൻഡ് ഫിക്സ് ലോ വേജസ്. വർക്കേഴ്സ് ആരെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരും, മെർച്ചൻസിനെ. അവർ വന്നിട്ട് എന്താണ് റോ മെറ്റീരിയൽ കൊടുക്കും, എന്നിട്ട് ഇവരെന്ത് ചെയ്യണം, ഫൈനൽ ഫർണിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. പക്ഷേ പ്രശ്നം എന്തായിരിക്കും, അവിടുത്തെ വേജ് ഫിക്സ് ചെയ്യുന്നത് ആരായിരിക്കും, മർച്ചൻ്റ് ആയിരിക്കും. മർച്ചൻ്റ് ലാഭം എല്ലാം നോക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പം ഇവർക്ക് ഫിക്സ് ചെയ്യുന്ന വേജ് എന്തായിരിക്കും, ലോ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്താണ്, ഒരു മാന്യമായിട്ടുള്ള വേതനം ലഭിക്കുകയില്ല. ദെൻ സബ് കോൺട്രാക്ടിങ് എന്ന് വെച്ചാൽ സ്മാൾ പ്രൊഡ്യൂസേഴ്സ് വർക്ക്സ് അണ്ടർ ബിഗ് ഫേംസ് ആൻഡ് ഹാവ് ലിറ്റിൽ കൺട്രോൾ ഓവർ പ്രൈസിങ്. വലിയ ഫേമുകളുടെ അണ്ടറിൽ സ്മാൾ പ്രൊഡ്യൂസേഴ്സ് വർക്ക് ചെയ്യും. അപ്പോൾ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും അവർക്ക് അവിടെ ഒരു എന്താണ് വോയിസ് ഉണ്ടാവത്തില്ല. അപ്പോൾ അവിടെ എന്താണ് ലിറ്റിൽ കൺട്രോൾ. അപ്പോൾ ഈ പ്രൈസിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന് ഇത്ര തുക എന്ന് ഫാർമറിന് അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന് തീരുമാനിക്കാൻ പറ്റത്തില്ല, സ്മാൾ പ്രൊഡ്യൂസറിന് തീരുമാനിക്കാൻ പറ്റില്ല. അൾട്ടിമേറ്റ്ലി അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരായിരിക്കും, ബിഗ് ഫേംസ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അവിടെയും പോസിബിൾ അല്ല. അടുത്തത് ഔട്ട്സോഴ്സിങ് എന്താണ്, വർക്കേഴ്സ് ആർ ഹയർഡ് ബൈ ലാർജ് കമ്പനീസ് ആൻഡ് ഓഫൺ ഫേസ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ജോബ് ഇൻസെക്യൂരിറ്റി. ഈ വർക്കേഴ്സിനെ എന്തോ ചെയ്യും, ഈ പറയുന്ന ലാർജ് കമ്പനീസൊക്കെ ഹയർ ചെയ്യും. അവർ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന തുകയല്ല ഇവർക്ക് ലഭിക്കത്തുള്ളൂ. അതേപോലെ തന്നെ അവർ പലപ്പോഴും ചൂഷണത്തിന് വിധേയരാവാറുണ്ട്. ജോബ് സെക്യൂരിറ്റി, അവരുടെ തൊഴിലിനൊരു ഉറപ്പില്ലല്ലോ. അങ്ങനെയാണ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു വർക്കിന് വേണ്ടി പുറത്തുനിന്ന് ആളെ കൊണ്ടുവരുന്നതിനാണ് ഔട്ട്സോഴ്സിങ്. ഈ കോണ്ടെക്സ്റ്റിൽ എന്താണ്, നമ്മുടെ ഫാമേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ വർക്കേഴ്സിനെ എന്തോ ചെയ്യും, ഈ പുറത്തുനിന്ന് വരുന്ന ലാർജ് കമ്പനീസ് ഹയർ ചെയ്ത് കൊണ്ടും. അപ്പം അവിടെ നമുക്ക് എന്താണ്, ഒരു മിനിമം ഫെയർ വേജ് കിട്ടുമെന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. പക്ഷേ കോപ്പറേറ്റീവ്സ് ആകുമ്പോൾ എന്താണ്, ഇവർ തന്നെ വോളണ്ടിയർലി വന്നെയാണ്. ഈ വർക്കേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ഇവർ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നതും, അവരോണ്ടാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ അവരുടെ ആ ഒരു വർക്കിന് അനുസരിച്ചിട്ടുള്ള വേജ് ലഭിക്കും. അടുത്ത ചോദ്യം, 1/4 of the world's electricity is produced by which resource? നമ്മളുടെ വേൾഡിൻ്റെ ഇലക്ട്രിസിറ്റിയിൽ 1/4 എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, വലിയൊരു പങ്ക് തന്നെയാണ്. അത് ഏത് ഫോം ഓഫ് എനർജിയിൽ നിന്ന് അല്ലെങ്കിൽ ഏത് പവറിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? തെർമൽ പവർ, ഹൈഡൽ പവർ, സോളാർ എനർജി, ന്യൂക്ലിയർ പവർ. അപ്പോൾ 1/4 എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ നമ്മുടെ കണക്കുകൾ പ്രകാരം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയാണ്, ഹൈഡൽ പവറാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഹൈഡൽ പവർ, വാട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവറിൻ്റെ കാര്യം നമുക്കറിയാലോ, ഉപയോഗിച്ചുകൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്, വേൾഡിൻ്റെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പം വേൾഡിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ കാര്യമാണ് പറഞ്ഞതെന്ന് ഓർക്കുക. വേൾഡിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ 1/4 എങ്ങനെയാണ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുക. അടുത്ത ചോദ്യം, the states in India have begun to get reorganized in the year 1956 on the basis of which of the following criteria? ഹിസ്റ്ററിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ ഇന്ത്യ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലെന്ന് പറയാൻ പറ്റും അല്ലേ. സംസ്ഥാനങ്ങളെയൊക്കെ എന്ത് ചെയ്തു, റീഓർഗനൈസ് ചെയ്തു. 1956 റീഓർഗനൈസേഷൻ നടന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാനങ്ങളെ റീഓർഗനൈസ് ചെയ്തത്? External and internal security, administrative facility, linguistic and cultural uniformity, geographic similarity and resource allocation. നോക്കിക്കേ, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി നമ്മുടെ പുറമേയുള്ള അകമേയുള്ള ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണോ? അഡ്മിനിസ്ട്രേറ്റീവ് ഫെസിലിറ്റി നമുക്ക് അഡ്മിനിസ്ട്രേഷൻ കുറച്ചും കൂടെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് കൾച്ചറൽ യൂണിഫോമിറ്റി, ഇവിടെ എന്താണ് സാംസ്കാരികപരമായിട്ടും ഭാഷാപരമായിട്ടുള്ള ഒരു യൂണിഫോമിറ്റി നോക്കിയിട്ടാണ്. ജോഗ്രഫിക് സിമിലാരിറ്റി ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ, ജോഗ്രഫിക്കലി സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ റിസോഴ്സ് അലോക്കേഷനെ ബേസ് ചെയ്തിട്ടാണോ ഈ റീഓർഗനൈസേഷൻ നടന്നിട്ടുള്ളത്? എങ്ങനെയാണ്? ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് കൾച്ചറൽ യൂണിഫോമിറ്റി, ഒരേപോലെയുള്ള ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് കൾച്ചറൽ ട്രേഡ്സ് ഷെയർ ചെയ്യുന്നത് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സംസ്ഥാനങ്ങളെ സംഘടനയൊക്കെ ചെയ്തു, റീഓർഗനൈസ് ചെയ്തു. അതാണ് 1956 ചെയ്തത്. അപ്പോൾ എന്താണ് കാര്യം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് കൾച്ചറൽ യൂണിഫോമിറ്റി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് 1965 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. മറ്റൊരു സെക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.